ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? പറഞ്ഞോളൂ. പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. കൂട്ടുകാരെ, ഇന്ന് മനോഹരമായ കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് പഠിച്ചാലോ? ഷൈനിക്ക് അവളുടെ അമ്മ പാലപ്പം ഉണ്ടാക്കി കൊടുത്തു. ആ പാലപ്പം അവള് നായ്ക്കുട്ടിക്ക് കൊടുക്കുകയാണ്. ചുറ്റും കുറേ ജീവികൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവർക്കും പാലപ്പം തിന്നാൻ മോഹമായി. എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. അധ്യായം 6. പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. ഷൈനി ഷൈനി. ആരാ? ഞാനാ. എന്താ? വിശക്കുന്നു. തിന്നാനിത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി? ദേ കാക്കച്ചിയും കോഴിയമ്മയും കൂടെ ഷൈനിയോട് ചോദിക്കുകയാണ്, തിന്നാൻ എന്തെങ്കിലും തരാമോ? എന്തൊക്കെയാ അവർ ചോദിച്ചത്? അവല്, മലര്, അരി, പൊരി, അട, വട, ഇതിലേതെങ്കിലും തരാമോ? അപ്പോൾ ഷൈനി എന്ത് പറഞ്ഞിട്ടുണ്ടാകും? നമുക്ക് നോക്കാമോ? ഷൈനി എല്ലാ കൂട്ടുകാർക്കും പാലപ്പം. അപ്പോൾ ഷൈനി ഉണ്ടല്ലേ, എല്ലാ കൂട്ടുകാർക്കും പാലപ്പം കൊടുത്തു. കൂട്ടുകാരെല്ലാം പാലപ്പം വാങ്ങി കഴിക്കാൻ തുടങ്ങി. ഒപ്പം ഒരു പാട്ടും. നമുക്കും പാടാം. വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ, കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ, പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. കൂട്ടുകാരെ, ഇനി വരികൾ നമുക്ക് കൂട്ടിച്ചേർക്കാമോ? ചേർത്തോളൂ. വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, കാക്കൻ വന്ന് കൊത്തിയിട്ടോ കുഞ്ഞനുറുമ്പ് കടിച്ചിട്ടോ, കാകൻ വന്ന് കൊത്തിയിട്ടോ കുഞ്ഞനുറുമ്പ് കടിച്ചിട്ടോ, രുചിയൂറുന്നീ പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, രുചിയൂറുന്നീ പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. അടുത്ത് നോക്കിയേ. പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം, പാലിൽ തീർത്തൊരു പാലപ്പം, പൂച്ചമ്മയ്ക്കിഷ്ടമുള്ള പാലപ്പം, കാക്കയുറുമ്പും കാണാതെ പമ്മിയെടുത്തു പാലപ്പം, കാക്കയുറുമ്പേയും കാണാതെ പമ്മിയെടുത്തു പാലപ്പം. കൂട്ടുകാരെ, കവിത ഇഷ്ടമായോ? ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കവിത പൂർത്തിയാക്കി എഴുതി വായിച്ചു നോക്കിയേ. രുചിമേളം. കോഴിയമ്മ എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മധുരമുള്ളവയും പുളിയുള്ളവയും കയ്പുള്ളവയും ഉണ്ടത്രേ. എന്തൊക്കെയാണവ? മധുരമുള്ളവ ഏതൊക്കെയാണ്? ലഡു, ജിലേബി, മധുരപലഹാരങ്ങൾ, പായസം, ഇവയെല്ലാം മധുരമുള്ളവയാണല്ലേ? അതെ. ഇനി പുളിയുള്ളവയോ? രസം, തൈര്, ഇവയ്ക്കൊക്കെ പുളിയുണ്ട്. കയ്പുള്ളവയോ? പാവയ്ക്ക, കയ്പച്ചീര, ഇവയെല്ലാം കയ്പുള്ളവയാണ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരപദാർത്ഥത്തിൽ മധുരമുള്ളവയും പുളിയുള്ളവയും കയ്പുള്ളവയും ഒക്കെ ഉണ്ടല്ലേ? അതെ. ചിത്രം നോക്കിയ കൂട്ടുകാരെ, കാക്ക പ്രഥമനുണ്ടാക്കിയ കഥയറിയാമോ? കഥ പറയൂ.
എഴുതൂ. നമുക്ക് കഥ കേൾക്കാം. കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? കഥ കേൾക്കുന്നതിനോടൊപ്പം എഴുതുകയും വേണം കേട്ടോ. കഥ പറയട്ടെ. കാക്ക പായസം വെച്ച കഥ. ഒരിക്കൽ കാക്കച്ചി മരക്കൊമ്പിലിരിക്കുകയായിരുന്നു. നല്ല വിശപ്പാണ്, എന്തെങ്കിലും കഴിക്കണം. അവൾ ചുറ്റുപാടും കണ്ണോടിച്ചു. അതാ ദൂരെ ഒരു വീട് കാണാം. കാക്കച്ചി പറന്നു പറന്നു പറന്ന് വീടിനടുത്തെത്തി. നല്ല മണമാണല്ലോ. എന്തിൻ്റെ മണമാണ്? കാക്കച്ചി ജനാലയിലൂടെ അകത്തേക്ക് നോക്കി. അമ്മ പായസമുണ്ടാക്കുകയാണ്. കാക്കച്ചിക്കും ഒരു മോഹം, എന്നാൽ ഒരു പായസം ഉണ്ടാക്കിക്കളയാം. കേശുകുറുക്കൻ്റെ കടയിൽ ചെന്ന് പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങി. ഇലഞ്ഞി മരത്തിൻ്റെ താഴെ അവൾ ഒരു വലിയ അടുപ്പും ഒരുക്കി. അതിനുശേഷം വലിയ ചെമ്പ് വച്ച് പായസം ഉണ്ടാക്കി. അവളുടെ കൂട്ടുകാരെ ഒക്കെ ക്ഷണിച്ചു. അവരെല്ലാവരും എത്തി. ഒരുമിച്ചിരുന്ന് എല്ലാവരും പായസം കഴിച്ചു. ഹായ്, എന്ത് സ്വാദ്! സുന്ദരി തത്ത പറഞ്ഞു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ കഥ എഴുതില്ലേ? എഴുതുമല്ലേ? കൂട്ടുകാരെ, കോഴിയമ്മ പറഞ്ഞില്ലേ കയ്പുള്ള ഒരു പച്ചക്കറിയെക്കുറിച്ച്? ഏതാണത്? പാവയ്ക്ക. പാവയ്ക്ക നല്ല പോഷക ഗുണമുള്ള ഒരു പച്ചക്കറിയാണ്. ദേ, ഉണ്ണിക്കുട്ടനോട് പാവയ്ക്ക കഴിക്കാൻ പറഞ്ഞപ്പോഴുള്ള കാര്യങ്ങളാണ് അച്ഛനോട് ഉണ്ണിക്കുട്ടൻ പറയുന്നത്. നോക്കാം. അച്ഛാ നോക്കിയേ പാവയ്ക്ക, പിച്ചാ മോനി പാവയ്ക്ക, കയ്പാണ് അച്ഛാ പാവയ്ക്ക, പോഷകമാണ് പാവയ്ക്ക, വയ്ക്കാം രുചിയിൽ പാവയ്ക്ക, വിളമ്പാമൊപ്പം പാവയ്ക്ക, തിന്നാം തിന്നാം പാവയ്ക്ക. ഇവിടെ പൂരിപ്പിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ചേർത്ത് പാടിയിട്ടുണ്ട്. കൂട്ടുകാരെ അതുപോലെ എഴുതി വെച്ച് ഈണത്തിൽ പാടി നോക്കിയേ. പാവയ്ക്ക പോഷകമാണല്ലേ? അതെ. ആഹാരവിശേഷങ്ങൾ നോക്കാം. ആഹാരങ്ങൾ പലതരത്തിലുണ്ട്. നമ്മൾ ഒത്തിരി പലഹാരങ്ങളും അതുപോലെ ആഹാരപദാർത്ഥങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ ഭക്ഷിക്കാറുണ്ടല്ലേ? നോക്കാം. ആവിയിൽ വേവിക്കുന്ന ആഹാരങ്ങളുണ്ട്, ചുട്ടെടുക്കുന്ന ആഹാരങ്ങളുണ്ട്, വറുത്തെടുക്കുന്ന ആഹാരങ്ങളുണ്ട്, വേവിക്കാത്ത ആഹാരങ്ങളുമുണ്ട്. ഏതൊക്കെയാണവ? നോക്കിയേ. ആവിയിൽ വേവിക്കുന്ന ആഹാരങ്ങൾ: ഇലയട, പുട്ട്, കൊഴുക്കട്ട, കുമ്പിളപ്പം, നൂലപ്പം, ഇടിയപ്പം, ഇഡ്ഡലി ഇവയെല്ലാം ആവിയിലാണ് വേവിക്കുന്നത്. ഇനി ചുട്ടെടുക്കുന്നതോ? ഓട്ടട, പത്തിരി, ദോശ, പറോട്ട ഇവയെല്ലാം ചുട്ടെടുക്കുന്ന ആഹാരങ്ങളാണല്ലോ. അതെ. വറുത്തെടുക്കുന്ന ആഹാരങ്ങൾ: ഉണ്ണിയപ്പം, അച്ചപ്പം, ബോണ്ട, നെയ്യപ്പം, വറ്റലുകൾ ഇവയെല്ലാം എണ്ണയിൽ വറുത്തെടുക്കുന്നവയാണ്. ഇനി വേവിക്കാത്ത ആഹാരങ്ങളും പലതരത്തിലുണ്ട്. എന്തൊക്കെയാണവ? മോര്, തൈര്, സർബത്ത് ഇവയൊന്നും വേവിക്കാതെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ആഹാരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ? അവ പല രീതിയിലാണ് നമ്മൾ കഴിക്കാറുള്ളത്. പതക്കേലി. കൂട്ടുകാരെ, സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തി എഴുതാമോ? കൂട്ടുകാർ സദ്യ കഴിച്ചിട്ടില്ലേ? ഓണത്തിന് ഗംഭീര സദ്യ കഴിച്ചിട്ടുണ്ടല്ലേ? അതെ. അതുപോലെ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ സദ്യ കഴിക്കാറില്ലേ? കഴിക്കാറുണ്ട്. ഒത്തിരി പായസങ്ങളും ഒത്തിരി കറികളും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും? സദ്യയുണ്ണുമല്ലേ? സദ്യയിലെ കുറേ ഇനങ്ങളെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ അവ മുഴുവനായും എഴുതിയിട്ടില്ലല്ലോ. ചില കളങ്ങളൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട് കൂട്ടുകാരെ. നമുക്കവയൊക്കെ ചേർത്തെഴുതാം. എഴുതിക്കോളൂ. ഒന്നാമത്തെ നോക്കിയേ. ഒന്നാമത്തേത് ഏതിനമാണ്? പഴം. അടുത്തോ? പച്ചടി. അടുത്ത് രസം. പിന്നെയോ? പായസം. പിന്നെ ചോറ്. പിന്നെയോ? ഓലൻ. പിന്നെ പ്രഥമൻ. കൂട്ടുകാരെ, ഇവയൊക്കെ മാത്രമേ ഉള്ളൂ സദ്യയിൽ?
അല്ല, ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. ഇനിയും ഒത്തിരി വിഭവങ്ങൾ നമ്മുടെ സദ്യയിലുണ്ട്. ഏതൊക്കെയാണവ? എഴുതിക്കോളൂ. പഴം, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, അച്ചാർ, ഓലൻ, കാളൻ, സാമ്പാർ, പരിപ്പ്, രസം, മോര്, ചോറ്, നെയ്യ്, നാരങ്ങ, പ്രഥമൻ, ബോളി, സേമിയം തുടങ്ങി ഒത്തിരി വിഭവങ്ങൾ നമ്മുടെ സദ്യയിൽ അടങ്ങിയിട്ടുണ്ടല്ലേ. അതെ കൂട്ടുകാരെ, ഇനി നമുക്കൊരു കവിത വായിക്കാം. എന്നിട്ട് അതുപോലെ അഭിനയിക്കണം കേട്ടോ. വായിക്കട്ടെ, ഈണത്തിൽ പാടാം. ദോശമാവ് കലക്കി പാകത്തിന് ഉപ്പ് ചേർത്ത് അടുപ്പിൽ തീ കത്തിച്ചു. ദോശക്കല്ലിൽ ചൂടാക്കി കല്ലിൽ എണ്ണ പുരട്ടി മാവൊഴിച്ച് പരത്തി ദോശ മറിച്ചിട്ടു. പാത്രത്തിലെടുത്തു, കൈ കഴുകി വന്നു, വയർ നിറയെ തിന്നു. കൈ കഴുകി വന്നു, വയർ നിറയെ തിന്നു. കൂട്ടുകാരെ, ഞാൻ ഈണത്തിൽ പാടിയ പാട്ടില്ലേ, കൂട്ടുകാരെന്ന് അഭിനയിച്ചു നോക്കിയേ. വട വേണോ വട? കാക്കച്ചി ചോദിക്കുകയാണ്. ഉള്ളിവടയോ മസാല വടയോ ഏതു വടയാ കഴിക്കേണ്ടേ? അപ്പോ ഉറുമ്പമ്മാവൻ പറയുന്നുണ്ട്, പരിപ്പ് വടയോ മസാല വടയോ ഏതു വടയാ തിന്നേണ്ടേ? വട വേണോ വട? അപ്പൊ കൂട്ടുകാരെ, നമ്മളിന്ന് മനോഹരമായ കഥകളും കവിതകളും ഒക്കെ പഠിച്ചു അല്ലേ. സദ്യയുടെ വിഭവങ്ങളൊക്കെ പഠിച്ചില്ലേ? പഠിച്ചു. കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.